നാണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും. നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സന്തോഷ് സാറിൻ്റെ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചാണ്. പറയൂ സർ, ഇന്ന് സാറിൻ്റെ പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ 2 സിനിമയുടെ ഷൂട്ടിംഗാണ് നടക്കുന്നത്. ഒന്ന് നീലിമ നല്ല കുട്ടിയാണ്, പിന്നെ ടിൻറ്റുമോൻ എന്ന കോടീശ്വരൻ. അതോടൊപ്പം തന്നെ സന്തോഷ് പണ്ഡിറ്റ് ഷോ എന്ന പരിപാടി നടക്കുന്നു. സർ, ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ഷോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിപ്പോൾ വിവിധ വിഷയങ്ങളിൽ നമ്മൾ സംസാരിക്കുകയാണ് ഈ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന ഒരു കലാകാരന് സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സാമൂഹ്യ പ്രതിബദ്ധത വേണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഏത് വിഷയങ്ങളിലും നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു റിയാക്ഷൻ, നമ്മളുടെ പ്രതികരണം, അതേപോലെ തന്നെ വിമർശിക്കേണ്ടതിന് വിമർശിക്കുകയും നമ്മുടെ അഭിപ്രായങ്ങൾ പറയേണ്ടടുത്ത് നമ്മൾ പറയുകയും ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും നമ്മളെ ഇപ്പോൾ സീക്രട്ട് ഓഫ് ഷവർമ ഉള്ള വിഷയങ്ങൾ. ഈ ഷവർമ ഉപയോഗിക്കുന്ന പലർക്കും അറിയില്ലായിരുന്നു ഈ ഷവർമ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമൊന്നും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഒരു കൊടുങ്കാറ്റായി വന്ന കിസ് ഓഫ് ലവ്, പിന്നെ തന്നെ മദ്യം നിർത്തിയതിനെ കുറിച്ച്, ഈ ട്രഷറി പൂട്ടിപ്പോകുമെന്നുള്ള പ്രശ്നം, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ അവസ്ഥ, ക്യാപ്റ്റൻ ധോണി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ ഈ വിഷയം നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ഷോയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ടെസ്റ്റിൽ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര മികച്ചതല്ല എന്ന് നമ്മൾ പറഞ്ഞു. വെറും 23% മാത്രമേ അദ്ദേഹം വിജയിച്ചു. വ്യൂ മാത്രമല്ല, മറ്റു പലരുടെയും വ്യൂ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. കിസ് ഓഫ് ലവും അതുപോലെ തന്നെ മദ്യം നിർത്തണം എന്നുള്ള വിഷയമൊക്കെ ജനങ്ങളുമായിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നത്. സർ, 2014 സിനിമകളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? 2014 ആകെ 148 സിനിമ, എൻ്റെ 2 സിനിമ ഉണ്ടായിരുന്നു. 148 സിനിമയാണ് റിലീസായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് 3 പേരാണ്. ഞാനും ജോഷി സാറും അപ്പു അക്ബർ എന്ന് പറഞ്ഞ സംവിധായകനാണ്. ഞങ്ങളെല്ലാവരും ഈ 2 സിനിമയും മറ്റുള്ള സംവിധായകരെല്ലാം ഒരു സിനിമ വെച്ചും സംവിധാനം ചെയ്യുന്നു. 148 എൻ്റെ 2 സിനിമകളെ ഒന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ എൻ്റെതിപ്പോൾ വ്യത്യസ്തമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലാഭവും നഷ്ടവും നമ്മൾ പറയുന്നതിൽ വലിയ കാര്യമില്ല. അതേസമയം പൊതുവിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 10 സിനിമകൾക്കാണ് മുതൽ മുടക്ക് തിരിച്ചിട്ടിരിക്കുന്നത്. ബാക്കി എല്ലാ സിനിമകളും പരാജയമാണ്. ഒരു സിനിമയ്ക്ക് ഒരു 4 കോടിയുടെ നഷ്ടം വെച്ച് കൂട്ടുകയാണെങ്കിൽ മിനിമം ഒരു 560 കോടി രൂപയുടെ നഷ്ടം മലയാള സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയും വലിയൊരു നഷ്ടം സഹിച്ചുകൊണ്ടാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി പോകുന്നത് എന്നുള്ളത് വളരെ വിഷമിക്കാവുന്ന കാര്യം. അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമയും 100 സ്വർണ്ണമെന്നില്ല. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 40% സിനിമകളെങ്കിലും, ഒരു 50%, 40-50% ഹിറ്റ് ആവുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കേരളം പോലത്തെ ഒരു ചെറിയ സംസ്ഥാനത്തിന് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് ഇവിടുത്തെ സിനിമകൾ വരുന്നത്. ഇത്രയും സിനിമകളൊന്നും ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, 40-50 സിനിമകൾ ഇറങ്ങിയാൽ മതി. ഇവിടെ വെറുതെ പല നടന്മാർക്ക് ഇവിടുത്തെ ചാനലുകാർ ഒരു തലയ്ക്ക് ഒരു റൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ട്. അപ്പോൾ ആ സാറ്റലൈറ്റ് റൈറ്റ് കിട്ടാൻ വേണ്ടി വെറുതെ തട്ടിക്കൂട്ടി കുറേ സിനിമകൾ തട്ടിക്കൂട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ആർക്കും ഇവിടെ തിയേറ്ററിൽ പടം ഓടണമെന്നൊന്നും പലർക്കും ഇല്ല. എങ്ങനെയെങ്കിലും സാറ്റലൈറ്റിൽ നിന്ന് ഇന്ന നടന്ന ഇത്ര പൈസ കിട്ടും, അപ്പോൾ ആ പൈസയ്ക്ക് വേണ്ടി മാത്രം സിനിമകൾ എടുക്കുന്നു, ആർക്കോ വേണ്ടി സിനിമ എടുക്കുന്നു. പലർക്കും ഇവിടെ തിയേറ്ററിൽ ഓടണം ഒരു നിർബന്ധമില്ല. ഈ തിയേറ്റർ തുറന്നു വെച്ച ആളുകൾ തിയേറ്റർ കൂട്ടിപ്പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്ന മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മുങ്ങുന്ന കപ്പലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ ഇറങ്ങുന്ന വിജയ് പടത്തിലോ വർഷത്തിൽ ഒരിക്കൽ ഇറങ്ങുന്ന സൂര്യ പടത്തിലോ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയുടെ ഭാവിയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുന്നത്? കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും, പരമാവധി പല തിയേറ്ററുകളും അടച്ചുപൂട്ടി പോകുന്നൊരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ തന്നെ 1500ഓളം തിയേറ്ററുള്ള മലയാള സിനിമയിൽ ഇപ്പോൾ 500 തിയേറ്ററുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രധാന പ്രശ്നം ഇതാണ്, പ്രേക്ഷകരുടെ കുറവല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഈ TV-യിലൂടെ സിനിമകൾ, പുതിയ പുതിയ സിനിമകളെല്ലാം കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് പ്രധാന പ്രശ്നം. രണ്ടാമത്തെ വെറൈറ്റി ആയിട്ടുള്ള സിനിമകളുടെ കുറവ് ശരിക്കും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഞാൻ അല്പം നേരത്തെ പറഞ്ഞ പോലെ ഈ താരങ്ങളുടെ തലയ്ക്ക് വരിയിട്ട് കൊണ്ടുള്ള ഒരു സാറ്റലൈറ്റ് സംവിധാനം വന്നപ്പോൾ തന്നെ ഈ സിനിമയുടെ ക്വാളിറ്റി തീരെ മോശമാവുകയും അതൊരു വെറൈറ്റി നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ തന്നെ ജനങ്ങളെ തിയേറ്ററിലേക്ക് അത് വരാത്തൊരവസ്ഥയുണ്ടാക്കി. അപ്പോൾ എന്തായാലും TV-യിലൂടെ സിനിമ വരാൻ തുടങ്ങിയതാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇൻ്റർനെറ്റിലൂടെ കൂടുതൽ സിനിമ കാണാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടും എല്ലാവരും നെറ്റിൽ എപ്പോഴാണ് അപ്ലോഡ് ആവുന്നത് അപ്പോൾ സിനിമ കാണാമെന്നുള്ളൊരവസ്ഥയുണ്ടാകും. അപ്പോൾ നമ്മൾ അതിലേക്ക് മറികടന്നുകൊണ്ടുള്ള സിനിമാ സംവിധാനങ്ങൾ വേണ്ടിവരും. ഇതൊന്നും ഒരു തെറ്റല്ല.
അതിനെ എങ്ങനെ മറികടന്ന് വേണം എന്ന് ചിന്തിക്കാം. പിന്നെ ഈ 148 248 സിനിമേൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും ഈ മലയാള സിനിമ എന്ന് പറയുമ്പോൾ സംവിധാനം ചെയ്യാൻ നല്ലതാണ്, അഭിനയിക്കാൻ നല്ലതാണ്, ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ലതല്ല. കാരണം വെറുതെ പൈസ കളയാന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. സർ, ഈ ന്യൂ ജനറേഷൻ സിനിമ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറച്ച് കാലമായിട്ട് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ന്യൂ ജനറേഷൻ സിനിമ, ഓൾഡ് ജനറേഷൻ സിനിമ എന്നുള്ള സംഭവം. അതായത് അവരുദ്ദേശിക്കുന്നതാണ് പുതുതായിട്ട് വരുന്ന നടന്മാർ അഭിനയിക്കുന്ന സിനിമകളെ ന്യൂ ജനറേഷൻ സിനിമ എന്നും, അതേസമയം പഴയ ആളുകൾ അഭിനയിക്കുന്ന സിനിമയെ ഓൾഡ് ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെയൊരു തരംതിരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ തമിഴ് സിനിമയിൽ നിന്ന് അടിച്ചു മാറ്റിയ ഒരു ടേമാണ് ഈ ന്യൂ ജനറേഷൻ എന്നുള്ള ടേം. അതായത് തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തിലല്ല പറയുന്നത്. അതായത് സബ്ജക്ട്സിന് പ്രാധാന്യമുള്ള, ദാറ്റ് ഈസ് ഹീറോയിസത്തിനൊന്നും അല്ല, സബ്ജക്ട്സിന് പ്രാധാന്യമുള്ള സിനിമകളെയാണ് ന്യൂ ജനറേഷൻ സിനിമ എന്ന് തമിഴ് സിനിമയിൽ പറയാറുള്ളത്. അതായത് വെറൈറ്റി സിനിമകൾ, ദാറ്റ് ഈസ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മൈന അല്ലെ അങ്ങാടിത്തരു ഇതുപോലത്തെ സിനിമകളെയൊക്കെയാണ് നമ്മൾ സാധാരണ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത്. അതേസമയം മലയാളത്തിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു അർത്ഥത്തിന് മാറ്റമുണ്ട്. ഇവിടെ യുവാക്കളായ നടന്മാരെല്ലാം ചെയ്യുന്ന ന്യൂ ജനറേഷൻ സിനിമയും കുറച്ച് പ്രായം കൂടിയ ആളുകൾ ചെയ്യുന്നതിനൊക്കെ ഓൾഡ് ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞ് ഇവിടെ മാറ്റം വരുത്തുക. അത് നമ്മുടെ ഇവിടുത്തെ വിമർശകരുടെ വിവരമില്ലായ്മ എന്നേ എനിക്ക് പറയാനുള്ളൂ. മാത്രമല്ല ഇവിടുത്തെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റോറി പോലും അങ്ങനെ തന്നെയാണ്. നായകൻ എപ്പോഴും ട്രൗസർ കൊണ്ട് നടക്കണം, ലാപ്ടോപ്പ് കയ്യിൽ വേണം. ഈ ഒരു ജനസിൽപ്പെട്ട സിനിമകളെയാണ് അവർ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത്. അതിൽ കുറേ ചീത്തയും തെറിയും ഉണ്ടാവും, കുടുംബസമേതം സിനിമ കാണാൻ പറ്റില്ല, എല്ലാം ഒരു തെറ്റ് ചെയ്യുക എന്ന് രക്ഷപ്പെടുക. ഇതാണ് ഇവിടുത്തെ ന്യൂ ജനറേഷൻ സിനിമ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും തെറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെയാണ് ന്യൂ ജനറേഷൻ സിനിമയായിട്ട് ഇവിടെ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മാറ്റേണ്ടതാണ്. പുതിയ സബ്ജക്ട്സിന് പ്രാധാന്യമുള്ള സിനിമയാണ് ന്യൂ ജനറേഷൻ സിനിമ. നീലിമ നല്ല കുട്ടിയാണ് എന്നത് ഒരു നോവലല്ലേ സർ? അത് സിനിമയിലേക്ക് ആക്കുമ്പോൾ അതൊരു വെല്ലുവിളിയല്ലേ താങ്കൾ നേരിടുന്ന? അതെങ്ങനെയാണ് കാണുന്നത്? നീലിമ നല്ല കുട്ടിയാണ് എന്നത് ഞാൻ മംഗളം വാരികയിൽ എഴുതിയ ഒരു നോവലാണ്. തീർച്ചയായിട്ടും അത് ഭയങ്കര ഹിറ്റായിരുന്നു. എല്ലാവരും ആ നോവൽ വന്ന സമയത്ത് തന്നെ പലരും എന്നോട് പറയുമായിരുന്നു, സാർ അതൊരു സിനിമയാക്കണം എന്നൊക്കെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നായകനൊരു വില്ലനാണ്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ വില്ലനായിട്ടുള്ള ഇമേജ് കളയേണ്ടെന്നൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഒരു ആർട്ടിസ്റ്റ് ഏത് തരം റോളുകളും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിൽ അഭിനയിക്കാനും അത് ഇത്രയും ജനസമ്മതി നേടിയ നിലയ്ക്ക് അത് സിനിമയാക്കിയാൽ തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജുള്ളൊരു സിനിമയും തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഡബിൾ റോളാണ് ഞാൻ വരുന്നത്. അനിരുദ്ധ് എന്ന വില്ലനായിട്ടും ചിരഞ്ജീവി IPS എന്ന നായകനുമായിട്ട് ഡബിൾ റോളാണ് വരുന്നത്. ആക്ച്വലി ഈ രണ്ടുപേരെക്കാട്ടും റോള് നീലിമയ്ക്കാണ്. നീലിമയാണ് അതിലെ മെയിൻ നായിക. നീലിമ നല്ല കുട്ടിയാണ് എന്ന സിനിമയുടെ സന്ദേശം എന്താണ്? നീലിമ നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞ സിനിമയുടെ സന്ദേശം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരാൾ ഒരിക്കൽ മോശമായ, അല്ലെങ്കിൽ മോശമെന്നല്ല, സൊസൈറ്റിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ആ വ്യക്തിയുടെ ചില പ്രകടനം വ്യക്തി. അപ്പോൾ സപ്പോസ് ഇപ്പോൾ കൂടുതൽ മദ്യപാനായ ഒരാളുടെ മകൻ പോകുമ്പോൾ, ഒരു കുടിയൻ്റെ മകൻ പോകുന്നു, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പോലും ഒരു സ്ത്രീ ഇപ്പോൾ ഒരു വേശ്യയായി പോകുന്നു. ആ സ്ത്രീ പിന്നീട് നല്ല രീതിയിൽ ജീവിക്കുകയും ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയുടെ മക്കളൊക്കെ ആ മക്കൾ പോകുമ്പോൾ പറയും വേശ്യയുടെ മകനതാ പോകുന്നു, മകളെന്നാ പോകുന്നു. ദാറ്റ് ഈസ് ഒരിക്കൽ മോശം എന്ന് പറയുന്ന സൊസൈറ്റി ആ ട്രെൻഡിലേക്ക് കൊണ്ടുപോകും. ജീവിതകാലം മുഴുവൻ അവരെ ആ ഒരു പേര് ഉത്തരവുത്തപ്പെടും. ഈ ഒരു സിറ്റുവേഷനാണ് ഇതൊരു സാമൂഹ്യ മനഃശാസ്ത്രമാണ്. ഈ സോഷ്യൽ സൈക്കോളജി ബേസ്ഡ് ആയിട്ടാണ് ഈ നീലിമ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. ടിൻറ്റുമോൻ എന്ന കോടീശ്വരൻ എന്ന സിനിമയിലെ പണം വരും പോകും സോങ്ങിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുന്നത്? ഈ ടിൻറ്റുമോൻ എന്ന കോടീശ്വരൻ എന്ന സിനിമയിലെ പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം പക്ഷെ പോകില്ല എന്നുള്ള കാണാൻ ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ടാണ് പോയിരിക്കുന്നത്. അതിലെ ഗൂഗിളിലൊക്കെ തന്നെ അതിൻ്റെ റെക്കോർഡായിട്ടാണ് അതിൻ്റെ സോങ്സ് പോകുന്നത്. അതുപോലെ തന്നെ അത് കോൾ ട്യൂൺ ആക്കാനും പലർക്കും താല്പര്യമുണ്ട്. ഒരുപാട് പേര് കോൾ ട്യൂൺ ആക്കി കഴിഞ്ഞു. ഇനിയും താല്പര്യമുള്ളവർ കോൾ ട്യൂൺ ആക്കാവുന്നതാണ്. പ്രണയം വരും ഒരു പുതുമ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു JCയുടെ മുകളിലാണ് നായകനും നായികയ്ക്ക് ഒക്കെ ഡാൻസ് ചെയ്യുന്നത്. അതിലെ 8 ഗാനങ്ങളുണ്ട്. മറ്റുള്ള ഗാനങ്ങളും സൂപ്പർ ഹിറ്റാവും ഞാൻ വിചാരിക്കും. അതിലെ രണ്ടാമത്തെ ഗാനം ഇപ്പോൾ താഴ്വര മണത്തരി എന്നുള്ള അതിലെ ഒരു ഗാനം ഭയങ്കര സൂപ്പറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
തരി ലാവണ്യ മൂശയിൽ ചമഞ്ഞു മലാകയായി. ടിൻഡുമോൻ എന്ന കോടീശ്വരൻ എന്ന സിനിമയിലെ ഒരു സന്ദേശം എന്താണ് സർ? തീർച്ചയായിട്ടും എൻ്റെ എല്ലാ സിനിമയിലും ഒരു മെസ്സേജ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ടിൻഡുമോൻ എന്ന കോടീശ്വരൻ എന്ന സിനിമയിലെ മെസ്സേജ് ഞാൻ വിചാരിക്കുന്നത് പലപ്പോഴും വലിയ മെസ്സേജ് എന്നല്ലെങ്കിൽ അല്പം വിദ്യാഭ്യാസം ഉണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് ഒരു ജോലിയും ചെയ്യാത്ത കുറേ ആളുകൾ മീൻസ് ഈ ചെയ്യുകയാണെങ്കിൽ മിനിമം കളക്ടർ ഉദ്യോഗമായി ചെയ്യും എന്ന് പറയുന്നത് ചെറിയ ജോലികളൊന്നും ഇവർക്ക് വലിയ ജോലിയായി ഇവർ കണക്കാക്കും. ഇങ്ങനെ അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ തെങ്ങ് ആളില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആശാരിപ്പണി ഇതുപോലുള്ള പല കൃഷിപ്പണി ഇതുപോലുള്ള ജോലികളൊക്കെ എന്തൊരു മോശമായിട്ടാണ് മലയാളികൾ കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്നുണ്ടെന്നുകൊണ്ട് മറ്റുള്ള ജോലികൾ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. വൈറ്റ് കളർ ജോബ് മാത്രമേ ചെയ്യൂ എന്നുള്ള ഒരു ദുരഭിമാനം നമ്മൾ മാറ്റണം. ഏത് ജോലി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനതിന് പറയുന്ന കറക്റ്റ് പോയിന്റ് ഇതാണ്. ഇപ്പോൾ എറണാകുളം പോലത്തെ ഒരു ജില്ലയിൽ പോലും നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും 4 ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ജോലിയുണ്ട്. അതേസമയം അതിൻ്റെ പകുതിയോളം നമ്മളുടെ ആളുകൾക്ക് ജോലിയില്ല. കാരണം നമ്മൾ അത്രയും ജോലികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ബിക്കോസ് നമുക്ക് 100% സാക്ഷരതയുണ്ട്. അപ്പോൾ ഈ 100% സാക്ഷരത എന്ന് പറഞ്ഞ് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിട്ടല്ലേ വന്നിരിക്കുന്നതെന്നുള്ളത് ഈ സിനിമയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യും. സർക്കാർ ജോലി രാജിവെച്ചു എന്ന് കേട്ടത് ശരിയാണോ? തീർച്ചയായിട്ടും എനിക്ക് സർക്കാർ ജോലിയുള്ളത് പലർക്കും അറിയില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ഞാൻ ഇലക്ഷൻ ഓഫീസറായി പോയപ്പോഴാണ് പലർക്കും ഞാൻ ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്യാമറ വെച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു, 5 ലക്ഷത്തിന് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു 100-250 ആളുകളുടെ ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ പറയുമ്പോൾ ദാറ്റ് ഈസ് വെരി ടഫ്. സോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള ഒരു സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങ് ജോലി ഉപേക്ഷിക്കണ്ടേ. പലരും എന്നോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് ദിവസം ലീവ് എടുത്താൽ പോരെ, ജോലി നിലനിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 തോണിയിലും കാലിടാതെ ജോലി മാന്യമായി രാജിവെച്ചുകൊണ്ട് വേറൊരാൾക്കൊരു ജോലി കിട്ടിയിരുന്നത് നല്ലതല്ലേ. ഞാൻ അങ്ങനെയാണ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജോലി രാജിവെച്ചത്. മലയാളി ഹൗസ് എന്ന പ്രോഗ്രാമിൽ താങ്കൾക്ക് നല്ലൊരു ഇമേജാണ് കിട്ടിയിരുന്നത്. അതിൽ പങ്കെടുത്ത മറ്റു ചില ഇൻ്റർവ്യൂസിൽ പറയുകയുണ്ടായി അവർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും കണ്ടില്ല എന്നത്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? മലയാളി ഹൗസിൽ തങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും കാണിച്ചില്ല എന്ന് പറഞ്ഞ് പല കണ്ടസ്റ്റൻസും കരയുന്ന ഒരു സംഭവം കേൾക്കണ്ടായി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെന്താണ് ചെയ്യുന്നത് അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ നല്ലത് ചെയ്യുക ചീത്ത ചെയ്യുക അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്തിട്ടാലും കണക്ക് തന്നെയാണ്. ഈ നല്ലതും ചീത്തയും ചെയ്യുന്നവർക്കാണല്ലോ നല്ലത് ഇട്ടില്ല ചീത്ത ഇട്ടില്ല എന്നുള്ള വിഷമം വരുന്നത്. ഞാൻ മനസ്സിലാക്കിയത്തോളം ഞങ്ങൾ എന്താണ് ചെയ്തത് അത് അവർ ഇട്ടിട്ടുണ്ട്. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല ചെയ്താലല്ലേ അവിടെ ഇടാനുള്ളൂ. അവിടെ ഒരു 100 കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ 98 മോശവും 2 നല്ലതും. അത് 2 നല്ലത് അവരിട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്ക് കൂടുതലും ആരാധികമാരാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കിപ്പോൾ മലയാളി ഹൗസ് പരിപാടിക്ക് ശേഷമാണെന്ന് തോന്നുന്നു സ്ത്രീകളായ ആരാധികമാരുടെ എണ്ണം വളരെ കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ട്രെയിനിൽ പോവുകയാണെങ്കിലും ബസ്സിൽ പോവുകയാണെങ്കിലും ഒക്കെ നമുക്കിത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വേറെ ഒരു നടൻ്റെയും ഫോൺ നമ്പർ നമ്മളെ കയ്യിലില്ല, വേറൊരു നടിമാരുടെയും ഫോൺ നമ്പർ അതിൽ സംവിധായകരുതില്ല. പലർക്കും പേടിയാണ്. കാരണം അവരുടെ സിനിമ മോശമായി കഴിഞ്ഞാൽ ആളുകൾ വിമർശിക്കുമെന്നൊന്ന് പേടിച്ചിട്ടാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്കകത്ത് പേടിയൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ലോകത്തെല്ലാവരും ഇഷ്ടപ്പെടണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. നല്ലതായാലും ചീത്തയായാലും അവരുടെ അഭിപ്രായങ്ങൾ അറിയണമെന്ന് ഐ വാണ്ട് ടു ഇമ്പ്രൂവ്. എനിക്ക് കൂടുതൽ മെച്ചപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. സോ ആരാധകന്മാരായാലും വളരെ നല്ല സന്തോഷ് സർ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കും. കൂടാതെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കല്ലേ. പൊടിമഴയിൽ നിന്റെ മുടിയഴകിൽ കടമൊഴിയെ എന്നെ കനിയണമേ. കാലമൊക്കെയും കാത്തുനിന്നു കാമിയായി തുള്ളൽ പാട്ടും കിളിപ്പാട്ടും കൃഷ്ണപാട്ടും പാടി ഞാൻ. പൊടിമഴയിൽ നിന്റെ മുടിയഴകിൽ കളമൊഴിയെ എന്നെ കനിയണമേ.
തെന്നലേറ്റു ചിന്നിച്ചിതറി നിന്റെ കൂന്തളങ്ങൾ പാലൊത്ത പുഞ്ചിരിയായി നീ അരികെ വന്നണഞ്ഞു. തെന്നലേറ്റു ചിന്നിച്ചിതറി നിന്റെ കൂന്തളങ്ങൾ പാലൊത്ത പുഞ്ചിരിയായി നീ അരികെ വന്നണഞ്ഞു. നീ തൊട്ട തെന്നലേറ്റാൽ നരകവും സ്വർഗമാകും. നീ കേട്ട പാട്ടു കേട്ടാൽ വേനലും ശൈത്യമാകും. ദർശിനി പ്രിയദർശിനി ദർശിനി ദർശിനി പ്രിയദർശിനി ദർശിനി. പൊടിമഴയിൽ നിന്റെ മുടിയഴകിൽ കള്ളമൊഴിയെ എന്നെ കനിയണമേ. കാലമൊക്കെയും കാത്തു നിന്നു കാമിയായി തുള്ളൽ പാട്ടും കിള്ളിപ്പാട്ടും കൃഷ്ണപാട്ടും പാടി നിൻ കണ്ണിലെൻ സൂര്യൻ ഉദിച്ചു മെല്ലെ മെല്ലെ. നിൻ കാതിലെൻ ഗാനം തഴുകി മെല്ലെ മെല്ലെ. നിൻ കണ്ണിലെൻ സൂര്യൻ ഉദിച്ചു മെല്ലെ മെല്ലെ. നിൻ കാതിലെൻ ഗാനം തഴുകി മെല്ലെ മെല്ലെ. പൂങ്കാറ്റ് ചൊല്ലിടാമോ എന്നെ ഈ പ്രണയം? വേഗമേ ചൊല്ലിടാമോ എന്റെ ഈ പ്രണയം? ദർശിനി പ്രിയദർശിനി ദർശിനി ദർശിനി പ്രിയദർശിനി ദർശിനി. പൊടിമഴയിൽ നിന്റെ മുടിയഴകിൽ കള്ളമൊഴിയെ എന്നെ കനിയണമേ. കാലമൊക്കെയും കാത്തു നിന്നു കാമിയായി തുള്ളൽ പാട്ടും കിള്ളിപ്പാട്ടും കൃഷ്ണപാട്ടും പാടി പൊടിമഴയിൽ നിന്റെ മുടിയഴകിൽ കള്ളമൊഴിയെ എന്നെ കനിയണമേ.